വെൽക്കം ടു അലാമി കിച്ചൺ. നമുക്ക് വീട് വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് വലിയൊരു പണി തന്നെയാണ്. അപ്പം കുറച്ച് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു രീതിയിൽ കിച്ചണായാലും ജനലായാലും വാതിലായാലും എല്ലാം വൃത്തിയാക്കാൻ പറ്റുന്ന 2-3 ടിപ്സായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കിച്ചണാണ് നമ്മളിപ്പോൾ വൃത്തിയാക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗമായിട്ട് വേണം വൃത്തിയാക്കാൻ തുടങ്ങാൻ. ക്ലീനിങ് ഈസിയാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആദ്യത്തെ ടിപ്പാണ്, വേറൊന്നുമല്ല, നമ്മൾ വീട്ടിൽ മക്കളെല്ലാം യൂസ് ചെയ്യുന്ന, സ്പോർട്സിനെല്ലാം യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ഒരു ജേഴ്സി ഉണ്ടാവും. ആൺകുട്ടികളുണ്ടെങ്കിൽ കൂടുതലുണ്ടാവും. അപ്പോൾ ഈ ഒരു ബനിയൻ വെച്ചിട്ടാണ് ഇത് മുഴുവനും നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 ബനിയൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ 2 ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 2ലും ഓരോ ബനിയൻ ഇട്ട് വെക്കുക. പിന്നെ ഇതുപോലത്തെ കുറച്ച് വട്ടമുള്ളൊരു പാത്രത്തിൽ നമ്മൾ ബ്രഷ് മുങ്ങാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് സോപ്പിൻ്റെ പൊടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ സോപ്പിൻ്റെ വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്കിതുപോലത്തെ ബ്രഷ് എടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ടൈൽസോ ചുമരോ ഏത് ഭാഗമാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വാള് നമുക്ക് ആ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ആദ്യം തേച്ച് കൊടുക്കാം. ഇതുപോലെ തേച്ച് കഴുകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ജോയിൻറ്റിൻ്റെ ഭാഗത്തിലുള്ള കച്ചറ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും നമുക്ക് എക്സ്ട്രാ വേറൊരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് അങ്ങനെയൊന്നും തേച്ച് കൊടുക്കണ്ട. ഇതിൽ തന്നെ മുഴുവൻ പൊടിയും കച്ചറയും എല്ലാം ഇതിൽ തന്നെ പോവും. അപ്പോൾ ഈ ഒരു സൈഡിലുള്ള ചുമര് ടൈൽസിൻ്റെ ഭാഗം നന്നായിട്ട് ഉരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഒരു ബക്കറ്റിലിട്ട് 2 ബക്കറ്റിൽ തുണിയിട്ട് വെച്ചത് ഒരു ബക്കറ്റിലെടുത്തിട്ട് ആദ്യം ഒന്ന് തുടച്ചെടുക്കുക. 2 ഭാഗം വെച്ചിട്ട് ഒന്ന് അപ്പുറം ഇപ്പുറം വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് പിന്നെ അടുത്തത് 2ാമത്തെ ബക്കറ്റിലുള്ള തുണി വെച്ചിട്ട് ഒന്നുകൂടി തുടച്ചാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും, അത്രയും ക്ലീനായിട്ടുണ്ടാവും നമ്മുടെ ചുമര്. അപ്പോൾ നമ്മൾ അധികം ബലമൊന്നും കൊടുക്കണ്ട, ചെറുതായിട്ട്. കാരണം നമ്മൾ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ സാധാരണ കോട്ടൻ്റെ ബനിയനോ അതൊക്കെ എടുക്കുമ്പോൾ അത് അവിടെ അങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ നിൽക്കും. അപ്പോൾ അത് നമ്മൾ ഉരച്ചെടുക്കണമെങ്കിൽ കുറച്ചൊരു ബലം കൊടുക്കണം. ഈ ഒരു ബനിയനാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ അത് നമുക്കിങ്ങനെ നീക്കി നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതിന് ഈ ഒരു ഭാഗത്തൊരു ജനലുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഉരക്കുന്നില്ല, ആ ബനിയൻ വെച്ചിട്ട് തന്നെയാണ് തുടക്കുന്നത്. അപ്പോൾ ആദ്യം ചീത്ത വെള്ളത്തിലുള്ള നന്നായിട്ട് വെടക്കായ വെള്ളം ഉണ്ടാവില്ല, അതിൽ ആദ്യം തുടക്കുക. എന്നിട്ട് പിന്നെ നല്ല വെള്ളത്തിലിട്ട് ബനിയനിൽ തുടച്ചെടുക്കുക. സാധാരണ നമ്മൾ ഈ ഒരു ജേഴ്സി അധികം നമുക്ക് യൂസ്ഫുൾ ആകലില്ല. കാരണം ഈ ഒരു സിൽക്ക് പോലത്തെ ആയതുകൊണ്ട് നമ്മൾ സാധാരണ എപ്പോഴും മാക്സി കോട്ടൺ മെറ്റീരിയലാണ് നമ്മൾ കൂടുതൽ ക്ലീനിങ്ങിനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ എടുക്കാൻ. അപ്പം ഇനി മുതൽ നമുക്ക് ആ കോട്ടൺ ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ ബനിയനും പാൻറ്റും എന്തായാലും ജേഴ്സിൻ്റെ ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. രണ്ട് തുടക്കൽ കൊണ്ട് തന്നെ എല്ലാ പൊടിയും അതിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള എല്ലാ അഴുക്കും എല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപാട് സമയവും വേണ്ട, ഒരുപാട് വെള്ളമൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ലൊരു ഗ്ലേസിങ് വന്നിട്ടുണ്ട് ടൈൽസിനും ഈ ജനലിനും എല്ലാത്തിനും. അപ്പം ബറാത്തെല്ലാം വരുന്നതിന് മുന്നേ നമ്മൾ വീടെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ തുടങ്ങിയാലേ ബറാത്തിനേക്കെല്ലാം കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാം കണ്ടാൽ നമുക്ക് ഈസിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ആ ഭാഗം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കിച്ചൻ്റെ വലത്ത് ഭാഗത്തുള്ള സൈഡാണ്. അപ്പോൾ അതിൽ ഷെൽഫും കബോർഡെല്ലാം ഉണ്ട്. അപ്പോൾ അതിലെല്ലാം കബോർഡ്സിലെല്ലാം പിന്നെ നമുക്കറിയാമല്ലോ എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് വെക്കാൻ പറ്റും, അത് മുഴുവനും അതിൽ നമ്മൾ വെക്കും. ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് എടുത്ത് മാറ്റണം. ആദ്യം അതിൻ്റെ മേലയിലുള്ളതെല്ലാം നന്നായിട്ട് ഇതുപോലെ തന്നെ തുടച്ചെടുക്കുക.
അതിനുശേഷം അതിൻ്റെ പ്ലേറ്റൊന്നും നമ്മൾ മാറ്റുന്നില്ല. അതിപ്പോൾ കുറച്ച് അടുത്തായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വെച്ചതാണ്. അപ്പം പുറത്ത് ഗ്ലാസും ഫ്രെയിമെല്ലാം ഒന്ന് തുടക്കുന്നേ ചെയ്യുന്നുള്ളൂ. അടിയിലുള്ള സാധനങ്ങളെല്ലാം മുഴുവനും എടുത്ത് മാറ്റിയിട്ട് ആദ്യം ഒന്ന് അടിച്ചു വാരണം. കാരണം നല്ല പൊടി ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. നമ്മൾ ഡെയിലി ഒന്നും അതിൻ്റെ ഉള്ളൊന്നും അടിച്ചു വാരാത്തതാണ്. അപ്പം എല്ലാം മാറ്റണം. ആദ്യം അടിച്ചു വാരിയിട്ട് വേണം നമ്മൾ പിന്നെ തുടക്കാൻ. അല്ലെങ്കിൽ നമ്മൾ വെള്ളമായാൽ അടിച്ചു വാരിയാൽ പിന്നെ ഫുൾ ചളി പോലെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം അടിച്ചിട്ട് ആ കച്ചറയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിനെ കൊണ്ട് തുടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പം അവരൊരു ഫ്ലാസ്ക് കവർ കഴിച്ചിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ അതൊരു 25 കൊല്ലത്തിന് മേലെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കളർ ഒന്നും മാറിയിട്ടില്ല. അത് നമ്മളെങ്ങനെ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു കട്ടിയുള്ളൊരു കവറിലിട്ടിട്ട് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞെടുത്താലും ഒരു പൊടിയോ ഒരു കളർ ചേഞ്ചോ ഒന്നും ആയിട്ടുണ്ടാവില്ല. നന്നായിട്ട് സേഫ് ആക്കിയിട്ട് നമ്മളിപ്പോൾ വേണമെങ്കിൽ 2 കവറിലിടാം. ഒന്ന് അടിയിൽ നിന്ന് മേലേലാക്കിയിട്ട് ഇട്ടിട്ട് പിന്നെ മേലേയിൽ നിന്ന് അടിയിലേക്ക് വരുന്ന രീതിയിൽ ഒരു കവർ ഇട്ട് വെച്ചാൽ നമുക്ക് എത്ര കൊല്ലം കഴിഞ്ഞാലും വെള്ള കളർ ഫ്ലാസ്ക് ആയാലും ഒരു നിറത്തിൻ്റെ വ്യത്യാസം ഇല്ലാണ്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും. എന്ത് സാധനം ആയിക്കോട്ടെ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്ത അതുപോലത്തെ സാധനങ്ങളുണ്ടെങ്കിൽ അതുപോലെ കവറിലാക്കി വെച്ചാൽ നല്ലതാണ്. കാരണം നമ്മൾ എവിടെ എങ്ങനെ വെച്ചാലും പൊടി പാറിയിട്ട് പിന്നെ അത് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അതിൽ മൊത്തം പൊടിയായിട്ടുണ്ടാവും. ഇതാണ് നമ്മളെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു ബോട്ടിൽ വെള്ളം എടുക്കുക. എന്നിട്ട് അതിൻ്റെ മൂടിയിൽ ചെറിയൊരു ഹോൾസ്, ഒരു പപ്പടം കുത്തി വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ വെള്ളം എടുത്തിട്ട് നമുക്ക് ഡോറും ജനലും ഗ്ലാസും എല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വെള്ളം നമുക്ക് യൂസ് ചെയ്യാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ്, പക്ഷെ നമുക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലീനിങ്ങും ഈസിയാണ്. അതുപോലെ നമുക്ക് കൂടുതൽ വെള്ളം നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കേണ്ടി വരില്ല. അപ്പോൾ വെള്ളത്തിന് ക്ഷാമമെല്ലാം ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്ത് ഇപ്പോൾ കിച്ചണെല്ലാം തുടച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു കോർണറിൽ വരുന്ന ഈ സ്റ്റാൻഡ് നല്ലൊരു, നമുക്ക് ഒരുപാട് ബോട്ടിൽസ് അതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് സ്പൂൺ റാക്കും ഗ്ലാസ്, ഇതൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക ചെയ്തത്. വേറെ എക്സ്ട്രാ ഇതൊന്നുമില്ല. പിന്നെ എല്ലാം കഴിഞ്ഞു. ഇതിപ്പോൾ ഈ സൈഡിൽ നമ്മൾ നേരത്തെ വൃത്തിയാക്കിയതാണ്. അപ്പോൾ അതൊന്നും വീഡിയോയിൽ പിടിച്ചിട്ടില്ല. പിന്നെ സ്റ്റോർ റൂമാണിത്. സ്റ്റോർ റൂം വൃത്തിയാക്കിയിട്ടില്ല, അത് വലിച്ചു വാരിയിട്ടിട്ടുള്ള, അതുകൊണ്ട് ഞാൻ ഡോറ് ക്ലോസ് ചെയ്തേ ഉള്ളൂ. പിന്നെ കിച്ചണിലൊരു ചെറിയൊരു ടേബിളും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കിച്ചൺ വരുന്നത്. ഇനി നമുക്ക് ഈ ജനലിൻ്റെ ബാക്കിൽ പോയിട്ട് നമുക്ക് ഗ്ലാസ് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പോൾ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നിടത്തും നല്ല പൊടിയാണ്. അപ്പോൾ ആദ്യം അതെല്ലാം നമ്മൾ അടിച്ച് വാരി കളഞ്ഞിട്ട് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ. വെള്ളം ഒഴിച്ചിട്ട് തുടങ്ങുമ്പോൾ എന്തായാലും പൊടിയെല്ലാം അടിച്ചിട്ട് തുടങ്ങുന്നതാണ് നല്ലത്. അപ്പം ഗ്ലാസ്സെല്ലാം ആകെ കുറേ ആയി നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് ആകെ പൊടി പിടിച്ചിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ആ ബോട്ടിൽ വെള്ളത്തിൽ ഇതുപോലെ ആദ്യം നനച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ബ്രഷിൽ സോപ്പിൻ്റെ പൊടി മുക്കിയിട്ട് ഇതുപോലെ ഉരച്ച് കൊടുക്കുക. നന്നായിട്ട് വൃത്തികേടായ ജനലെല്ലാം നമുക്ക് ഇതുപോലെ കഴുകിയെടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. നമുക്ക് ഈസിയാണ്. നമ്മൾ തുടച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും തുടച്ച് എടുത്താൽ, എന്നാലും ഈ കഴുകി അത്ര വൃത്തിയാവും ചെയ്യില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് പുതിയ, നമ്മൾ വീട്ടിൽ കൂടുന്ന സമയത്ത് ഡോറ് വെച്ചത് എങ്ങനെ ഉണ്ടോ പോളിഷ് ചെയ്തിട്ട് ഗ്ലാസ് എല്ലാം ക്ലീൻ ആയിട്ട് അതുപോലെ ഉണ്ടാവും നമുക്കിത് കാണാൻ, ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നതാണെങ്കിൽ. മഴയൊന്നും ഇല്ലാത്ത സമയത്ത് ഏറ്റവും നല്ലത് ഇതുപോലെ ചെയ്യുന്നതാണ്. മഴയത്ത് പിന്നെ ഇതുപോലെ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട, കാരണം ഫ്രെയിമിൻ്റെ ഉള്ളിലെല്ലാം വെള്ളം കയറിയിട്ട് അത് മുഴുവനും അങ്ങ് പോകാണ്ടായി പോവും. അപ്പം വേനൽക്കാലത്താകുമ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ഇതുപോലെ കഴുകിയിട്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ജനലും അതുപോലെ തന്നെ ഗ്ലാസും അതിൻ്റെ സൈഡ് ഭാഗവും എല്ലാം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ എല്ലാ റൂമിൻ്റെയും ബാക്കിയുള്ള എല്ലാ ജനലും ഇതുപോലെ തന്നെ കഴുകിയിട്ട് ഇതുപോലെ ബോട്ടിൽ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. കിച്ചൺ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞു. അപ്പം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.